ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ എടുത്ത് കഴിക്കണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യെസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ കിറ്റിനെയും ചെക്കനെയും കൂട്ടിക്കൊടുന്ന ദിവസമാണ് കേട്ടോ. ചെക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊടുന്നു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ രാത്രി സിനിമയ്ക്ക് പോകും. അത് ഞങ്ങളുടെ വീട്ടിലൊരു പതിവാണ് കേട്ടോ. അപ്പൊ പോകുന്നതിന് മുമ്പ് ചേട്ടായി ചെറുതായിട്ടൊന്ന് അടുക്കളയിൽ ചേട്ടന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണിത്? സോസേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ എടുത്ത് കഴിക്കണം. അമ്മ പറഞ്ഞു കൊടുക്കൂ, അമ്മ ഉപദേശിക്കേ പുതിയ മരുമകനെ. അമ്മ എന്തേലും പറയേ പുതിയ മരുമനെ പറ്റിട്ട്, എന്തേലും പറയേ. ഇലിയാസ് മോനെ, സെൽബി തകർന്ന് ഇലിയാസ്മ കിട്ടില്ലേ, അത് വിളിച്ചാ മതി. നമ്മളിത് കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പാണ് ഇടാൻ പോകുന്നത്. ആദ്യം കുറച്ച് ഉപ്പിടുന്നു. അടുത്തത് കുരുമുളക് പൊടി. ഞങ്ങൾ ചെറുതായിട്ട് സിനിമയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കണത്. വിടമ്മ വിട്. ഡാഡി ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇപ്പൊ എന്തിനാ ഇടുന്നത്? ചിക്കൻ മസാല. ഓക്കെ, ചിക്കൻ മസാല. നമ്മളങ്ങോട്ട് ഇളക്കാൻ പോവാണ്. നന്നായിട്ട് കൈ ഇളക്കി. നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇനി നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കയ്യിലോ സ്പൂണോ അങ്ങനെ വെച്ചിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ടൈം എടുക്കും. ഇപ്പൊ എത്ര സമയമാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് പറയൂ, ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് ഇടുവാണ്. ആദ്യം എണ്ണ തിളച്ചിട്ടില്ല. പ്രൊഫഷണൽസ് ഒക്കെ എങ്ങനെയാണ് ആദ്യം ടെസ്റ്റ് അടിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇട്ടോ, പ്രൊഫഷണൽസ് ആയതുകൊണ്ട് എണ്ണ തിളക്കാതെ തന്നെയാണ് നമ്മൾ സാധനം ഇട്ടത്. ഇപ്പോഴല്ലേ ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. എന്നിട്ട് ബാക്കി ഇടുള്ളൂ. ഉപ്പും മിളകൊക്കെ പിടിച്ചോന്ന് അറിയാനായിട്ട്. കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നു. ഗൈസ്, കളറില്ലാന്ന് പറഞ്ഞത് കൊണ്ട് ചേട്ടായി നമ്മുടെ കാശ്മീരി ചില്ലി ഇടുവാണ്. എരി കൂടണ്ട കേട്ടോ. ഇല്ലല്ലേ, ടെസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലിട്ട് നോക്കാം. ഉണ്ടാക്കിയ ആള് തന്നെ ടെസ്റ്റ് അടിച്ച് നോക്കാണ്. ഉപ്പുണ്ടാ? അത് മൊത്തം തീർക്കരുതിട്ടാ. ഗ്യാസ് ഉപ്പുണ്ടെന്നൊക്കെ ചേച്ചിയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ചേച്ചി ഇപ്പൊ പറയും. ചേച്ചി കിളിവായിട്ടിരിക്കണത്. ഉപ്പുണ്ട് ഉപ്പുണ്ട് ഉപ്പുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളെല്ലാം ഇടുകയാണ്. എന്താ UK വികസിക്കാറില്ലേ? പറയൂ. UK സോസേജ് വികസിക്കാറില്ലേ? പറയൂ. ചേച്ചിക്ക് ഭയങ്കര നാണാണ് ഗൈസ്, അതുകൊണ്ട് ഓടിപ്പോയി. ഗൈസ്, പെട്ടെന്നുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ്. അപ്പൊ അതിന് മുമ്പ് ജസ്റ്റ് ഒരു സ്നാക്സ് പോലെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടാ കുടുംബശ്രീ? കുടുംബശ്രീ അതും കിട്ടിയിട്ടുണ്ട്. കുടുംബശ്രീ ആയ പിന്നെ കിറ്റിയുടെ കോല എങ്ങനെയാണ് ഗായ്സ്? ആണോ? തിന്നോണ്ടിരിക്കാൻ തോന്നൂല്ലേ? ഇനി ചേട്ടായി തന്നെ ഇവിടെ കുക്ക് ചെയ്താൽ മതി. അത് വിചാരിച്ചാൽ ഫുള്ള് തീർക്കണം കേട്ടോ. എല്ലാവർക്കും വേണം കേട്ടാ. ആള് പോയി ഗൈസ്. എങ്ങനെയുണ്ട്?
രസണ്ടാ? ആ ഈ കുട്ടിക്ക് പറഞ്ഞെടുത്ത് കൊടുത്തടി. എങ്ങനെയുണ്ടെന്ന് പറയണേ ടാനുവോ? എങ്ങനെയുണ്ട്? യമ്മിയാണോ? ഇഷ്ടായ? ഓക്കെ. ഇനി വേണോ? എങ്ങനെയുണ്ടാ മീ ചേട്ടന്റെ സ്പെഷ്യല്? എരിയൊക്കെ പുളിയൊക്കെ ഇല്ലേ? അമ്മയ്ക്ക് ഇങ്ങനെ സാധനം അധികം ഇഷ്ടമല്ല. ഡാഡി എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ചെറിയ രീതിയിൽ സ്നാക്സ് കഴിച്ച് ഇനി വലിയ രീതിയിൽ കഴിക്കാനാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ 9 മണിക്കായതുകൊണ്ട് അതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് കയറാനായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. പോകുന്ന വഴിക്ക് തന്നെയുള്ള ഹംദി കുഴിമന്തിയിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. എല്ലാവരും വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അൽഫാമും നോർമലും പെരിയും പിന്നെ പൊള്ളിച്ചതൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ കയറാൻ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇവിടെ വഴിയിലിരുത്തിട്ടോ. ബ്രൊമാൻസിനായിരുന്നു കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അത്യാവശ്യം തമാശയൊക്കെ ഉള്ളൊരു പടമായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നന്നായി എൻജോയ് ചെയ്തു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.